പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ലോ ആംഗിൾ പിടിക്കുന്നത്. ഓക്കെ ശരി, എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ, കുറച്ച് ആൾക്കാർ. അർഷദ് ഓക്കെ, ഇവിടെ ലോ ആംഗിൾ അല്ലാണ്ട് കുറച്ച് ഹൈ പൊക്കി കഴിഞ്ഞാൽ ഇത്ര ആൾക്കാരുടെ ഫേസ് ഇതിനകത്ത് റിവീൽ ആവും. സോ അതിവിടെ ഫൈൻ കിട്ടും. അവർ കേസ് കൊടുത്ത ഫൈന് ഞാൻ അടക്കേണ്ടി വരും. സോ ഇങ്ങനെ ലോ ആംഗിൾ ആകുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാനും എൻ്റെ കൂടെ ആരാണുള്ളത് ആ ആരാളുള്ള കിട്ടുക. സോ ഇറ്റ്സ് ബെറ്റർ ടു കീപ് ലൈക്ക് ദിസ് മൈക്കോടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഇത് ഭയങ്കര പോഡ്കാസ്റ്റ് ലെവലാവുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സ്വൈപ്പ് ചെയ്യേണ്ട, ബ്രൈറ്റ്നസ് കുറച്ചിട്ട് തുടങ്ങിയിട്ട് പോയിക്കോളി, വാച്ച് അവർ വേണം. എൻ്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടം പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? ഹൈവേ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഹൈവേ ഇംതിയാസ് അലി, ഹൈവേ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താ പറയുക, ഗുഡ് ജോബ് ഒക്കെ പോലുള്ള സിനിമയായിരുന്നു. ഒരു എന്താ പറയുക, സന്തോഷം കൊണ്ടോ ഇതുകൊണ്ടോ ഇവിടെ ഇങ്ങനെ കെട്ടി നിൽക്കില്ല, നമുക്ക് ഇങ്ങനെ കരച്ചിൽ വരില്ല. മൂവിയിൽ നിന്ന് കിട്ടുന്ന ലെസൺസ് ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് ഞാനാണ് ഈ ലോകത്തിലെ മെയിൻ ക്യാരക്ടർ. ഞാൻ ചെറുപ്പത്തിൽ പണ്ട് വല്യപ്പാൻ്റെ കൂടെ ഇതിന് പോകുമ്പോൾ ലൈക്ക് വല്യപ്പാനെ സ്കൂളിലേക്ക് തരാം. വല്യപ്പാൻ്റെ കൂടെ സ്കൂളിൽ പോകുമ്പം ഞാൻ അങ്ങനെ പോവല്ല, സോറി. അപ്പോൾ ഞാൻ വിചാരിക്കും വല്യപ്പ എനിക്ക് വേണ്ടി ആക്ട് ചെയ്യാണ്, എല്ലാവരും എനിക്ക് വേണ്ടി ആക്ട് ചെയ്യാണ്. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നു. ആക്ച്വലി ഞാനാണ് മെയിൻ ക്യാരക്ടർ ഈ പടത്തിനകത്തുള്ള. ബാക്കിയുള്ളവർക്ക് എനിക്ക് കോ ആക്ടേഴ്സാണ്. ഇപ്പം ഞാൻ ഒരു ബസ്സിൽ പോവുകയാണെങ്കിൽ ആ ബസ് ഓടിക്കുന്ന ആൾ എനിക്കും വേണ്ടിയിട്ട് ബസ് ഓടിക്കുന്നില്ല, എൻ്റെ പടത്തിനകത്ത് സൈഡ് ക്യാരക്ടറാണ് വിചാരിച്ചിരുന്നത്. സ്റ്റിൽ എവിടെ വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള കഫേ പടമില്ലേ, ചെറുപ്പത്തിലായിട്ട് ഞാൻ പറഞ്ഞത്, കേരള കഫേ പടം ഇറങ്ങുന്ന സമയത്തല്ലേ അത് BCD കണ്ടു തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു കേരള കഫയിലോട്ട് എൻ്റർ ചെയ്ത് അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഓരോ സ്റ്റോറി അവരുടെ പേഴ്സ്പെക്റ്റീവിൽ തിരിഞ്ഞു പോകുന്നില്ലേ. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഓക്കെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ചൈൽഡ്ഹുഡ് ഉണ്ട്, അവിടെ ഒരു ഉമ്മ ഉപ്പയുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു ലൈഫുണ്ട്, എല്ലാവർക്കും അവരുടേതായിട്ട് പേഴ്സ്പെക്റ്റീവ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് ആ പടത്തിന് ശേഷമാണ്. അതെനിക്കൊരു ലേണിംഗ് ആയിരുന്നു ആക്ച്വലി. പക്ഷേ ഭയങ്കര രസമാണ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ. ഓക്കെ അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ അതേപോലെ ഇപ്പോൾ തന്നെ നമ്മളിവിടെ ബുർജ്മാൻ മെട്രോ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരേ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എസ്കലേറ്ററിനകത്ത് മൂവ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് കാണുമ്പോഴും ഇതേപോലെ നമ്മളെപ്പോലെ തന്നെ വേറെ വേറെ വരുന്ന അല്ലെങ്കിൽ തോട്ട് പ്രോസസ്സ് വേറെയുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടുന്ന കാണാൻ പറ്റും. ഇപ്പോഴും അത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ചിന്തിക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഈ ലോകത്ത് നമ്മൾ എത്രത്തോളം ചെറുതാണുള്ളത്. സോ നമ്മളും ആരുടെയൊക്കെയോ പടത്തിലെ സൈഡ് ക്യാരക്ടറാണ്.